ചിലവർക്ക് എത്ര പറഞ്ഞാലും പിന്നെയും അത് എങ്ങനെ അങ്ങോട്ടാക്കി അത് ഓരോരുത്തരുടെ മൈൻഡിന് അനുസരിച്ചിരിക്കും. നമ്മളിത് കണ്ടുപിടിക്കാൻ ഏകദേശം എത്ര നാളെടുത്തു? ഇത് ശരിക്കും പറഞ്ഞ 2 മെഷീൻ കൂട്ടിട്ട് നേരത്തെ മെഷീൻ ഉണ്ട് കാണാം. അതും എല്ലാം കൂടി ഇത് ഉണ്ടാക്കാൻ മാക്സിമം ഒരു 2-3 മാസത്തിനുള്ളിൽ. അല്ല, നമ്മൾ ഏകദേശം എത്ര നാളത്തെ ഒരു റിസർച്ച് കൊണ്ടാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഒരു 6 മാസം അല്ലേ? 6 മാസം 8 മാസം മാക്സിമം. അതെ, അതായത് ഈ 8 മാസം കൊണ്ട് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് വന്നു. അപ്പൊ ചേട്ടന് എന്താണ് വിദ്യാഭ്യാസം? എന്റെ ഡിഗ്രിയാണ്. എഞ്ചിനീയറിംഗ് ബേസിൽ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ അനുഭവത്തിൽ വന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാൻ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. അതന്നെ നമുക്ക് എന്താ പറയാ, വലിയൊരു സംഭവം തന്നെയാണ്. ഇതിന്റെ ബേസിക്കലി ഇതിന്റെ എഞ്ചിനീയറിംഗ് ആയിട്ട് ഒരു ബന്ധമില്ല. കർഷകനാണ്, എന്നിട്ട് ചെയ്ത സംഭവമാണ്. അതന്നെ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഇതിന് സപ്പോർട്ടാണ്. പിന്നെ അതെ അല്ലെ. ഇതാണ് അപ്പൊ സദാശിവൻ ചേട്ടൻ ഫസ്റ്റ് കണ്ടുപിടിച്ച മിനി എക്സ്കവേറ്റർ. അപ്പൊ ഇത് മാനുവൽ വർക്ക് ചെയ്യണതാണ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ നേരത്തെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്, ഹൈഡ്രോളിക് ആണ്. അപ്പോൾ ഇതിന്റെ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ ചേട്ടാ, നമ്മള് ഫസ്റ്റ് കണ്ടുപിടിച്ച മെഷീൻ ഇതാണ്. ഇതിന് ഹൈഡ്രോളിക് സിസ്റ്റം ഒന്നുമില്ല, നമ്മുടെ ബക്കറ്റും കാര്യങ്ങളായിട്ടാണ് വർക്ക് ചെയ്യണം അല്ലെ. ഇതിന് അത് ഇന്ധന ചെലവ് തന്നെയാണോ വരുന്നത്? ഇതിനൊരു 1/2 ലിറ്റർ. ഓ ശരി, 1/2 ലിറ്റർ ചെറിയൊരു. കാരണം അത് മൂവിങ്ങിന് മാത്രമേ എഞ്ചിനുള്ളൂ. മാനുവൽ ആണല്ലോ അല്ലെ. മറ്റത് അങ്ങനെയല്ല, അതെല്ലാം ഹൈഡ്രോളിക്കിൽ. ഇത് നമ്മള് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്, ആവശ്യക്കാർക്ക് വേണമെങ്കിൽ. ആവശ്യക്കാർക്കും ഇതില്ല, ഇത് റിമാർക്ക് വരും. നാളെ പ്രശ്നം വരും. അത് നമ്മളപ്പോ അത്രയും അതിന്റെ അത്രയും ഒരു പവർ നമുക്ക് ഇതിന് ഫീൽ ചെയ്യുന്നില്ല. നമ്മള് കയ്യില് എത്രമാത്രം പവർ കൊടുക്കണം ആ ഇതിന്റെ വർക്കിംഗ്. അപ്പൊ ഹാർഡ് ആയിട്ടുള്ള മണ്ണിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു കർഷകൻ കൊണ്ടുപോയിട്ട് പിന്നെ അവരുടെ മണ്ണിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. ഏതായാലും ഇതിൽ നിന്നാണ് നമ്മള് വർക്ക് ആരംഭിച്ചത്. തുടക്കത്തില് പരീക്ഷണം തുടങ്ങുന്നത് ഇതിൽ നിന്നാണല്ലേ. ഓ ശരി. ഇത് നമ്മൾ എത്ര നാളെടുത്തു ഉണ്ടാക്കാൻ? ഇതൊരു 1.5 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ കാരണം എന്താ? ഈ ഓപ്പറേറ്റേഴ്സിനെ കിട്ടാണ്ടാണോ അതോ? അല്ലല്ല, ഇത് കൃഷിപ്പണിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു നെൽകൃഷി ഒരു കൈക്കോട്ട് പണിക്ക് പുതിയ തലമുറ ഇറങ്ങുന്നില്ല. അതെ. ജനങ്ങൾ ആരും ഇറങ്ങുന്നില്ല. അപ്പൊ വല്ല ആൾക്കാർ മുഴുവനും മറ്റുള്ള തൊഴിലുകൾ, മറ്റേ സെൻട്രിങ്, പെയിന്റിങ്, പ്ലംബിങ്, അങ്ങനെയുള്ള വർക്കുകളാണ്. കൈക്കോട്ട് പണിക്ക് ആളില്ല. അപ്പൊ കൈക്കോട്ടിന്റെ പണി എങ്ങനെ നമുക്ക് ലിവറേജ് ഈസി ആക്കാന്നുള്ളത് ഉണ്ടാക്കിയത്. അതെ. അല്ല, അത് നല്ലൊരു ആശയം തന്നെയാണ്. അപ്പോ സദാശിവൻ ചേട്ടന്റെ മറ്റൊരു കണ്ടുപിടുത്താണിത്. ഇനി അദ്ദേഹത്തിന്റെ വേറെ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കാണാം. സദാശിവന്റെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ മാത്രം ഉതകുന്ന രീതിയിലുള്ള ഒരു കണ്ടുപിടുത്താണിത്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. ചേട്ടാ, ഇത് ശരിക്കും എന്താ സംഭവം? ഇത് മോന്റെ ഒരു പ്രോജക്ട്, സ്കൂളിലേക്ക് വേണ്ടിട്ട്, സയൻസ് ഫെയറിന് വേണ്ടിട്ട് ഒരു പ്രോജക്ട് ചെയ്ത. അത് ശരി, ഓക്കെ. അപ്പൊ അതായത് ഇതിപ്പോ നമ്മള് ഈ ഹൈവേന്റെ ഡിവൈഡറിൽ വെർട്ടിക്കലായിട്ട് ഫാൻ വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ പോണ സമയത്ത് അതിന്റെ കാറ്റ് കൊണ്ട് ഈ ഫാൻ കറങ്ങുകയും അതിന് കറണ്ടിനായി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് അത് സ്ട്രീറ്റ് ലൈറ്റിന് ഉപയോഗിക്കുക. ഇതാണ് ഒരു പ്രിൻസിപ്പിള്. നമ്മുടെ കാറ്റ് പിടിക്കുമ്പോ തിരിയാനുള്ള പങ്കിയാണല്ലോ ഇത്. ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ശരി, അവിടെ വരുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ട് തിരിക്കാനുള്ള ഒരു ഇതായിട്ട് കിട്ടും. നമ്മൾ അത് ഉപയോഗിച്ച് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് പ്രവർത്തിപ്പിക്കുന്ന ഒരു മെത്തഡാണല്ലേ. നമ്മൾ ഇത് എവിടെയെങ്കിലും പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെ സ്കൂളില് സയൻസ് ഫെയറിന് വേണ്ടി കൊണ്ടുപോയി. അത് ശരി, അവിടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവർക്കൊന്നും ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അവർക്കൊന്നും പറയണതൊന്നും അവർക്ക് കറക്റ്റ് അതാണല്ലോ, അവർ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുക പറഞ്ഞാൽ അവരിത് എങ്ങനെ കറങ്ങും, ഏത് കറങ്ങും ചോദിച്ചാൽ നമുക്ക് ഇതേമാതിരി പർട്ടിക്കുലറായിട്ട് സാധനം ഉണ്ടാക്കിയിട്ട് പറ്റില്ല. നമുക്ക് മിനിയേച്ചർ മാത്രമേ ഉള്ളൂ. മറ്റുള്ള രാജ്യങ്ങളുടെ ഇത് പ്രവർത്തികമായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഓക്കെ, അതുപോലും കാണാൻ അവർ തയ്യാറല്ല. അതും തയ്യാറല്ല. ഓക്കെ. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥയാണ് അത്. ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞാൽ അവര് സ്കൂളില് ഈ ജഡ്ജ്മെന്റ് വരുമല്ലോ, അവര് ബുക്കും കൊണ്ട് വന്ന അവർക്ക് ഇപ്പൊ ഈ പറയുമ്പോ ഇത് ചെറിയൊരു കാറോ ഇതിക്കൂടെ ഓടിച്ചിട്ട് ഈ ഫാന് തിരിയാ പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് യാതൊരു പിന്നെ ആൾക്ക് ചോദിച്ചാൽ അറിയാം ഇല്ല. എന്നിട്ട് അവരിത് എന്താ ഫാൻ ഇറങ്ങാത്ത പറഞ്ഞ അപ്പൊ അവരിന്റെ നോളജ് എത്രമാത്രം? അല്ല, അതൊരു നോളജ് കുറവ് തന്നെയാണ്. എന്താ കാരണം വെച്ചാൽ കാറ് മാത്രം പ്രതീക്ഷിച്ചിട്ടല്ല റോഡ് ഉണ്ടാക്കി.
പല വിധത്തിലുള്ള വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഇതെല്ലാം കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു പക്ഷേ ഈ ഫാൻ തിരിയാനുള്ള സാധ്യത ഉണ്ടാവും. ചിലപ്പോ ഹെവി വാഹനങ്ങൾ പോകുമ്പോൾ മാത്രമേ തിരിയുള്ളൂ. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന വാഹനത്തിനെല്ലാം തിരിയണം പറയാൻ പറ്റില്ല. അതെ അതെ അതെ. അത് നമ്മൾ എത്ര നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരു മനസ്സ് അവർക്ക് വേണം. അതാണ് കാര്യം. അത് ചെയ്തെങ്കിൽ അവര് വന്നു അവർക്ക്. എന്നിട്ട് ഇപ്രാവശ്യം ഒരു സ്കൂൾ സയൻസ് ഫെയറിന് ഒരു കാർഡ്ബോർഡ് മാതിരി സാധനത്തില് ഒരു ഭൂമിന് രണ്ടായി നമ്മള് തണ്ണിമത്തരം കട്ട് ചെയ്തു. അതേമാതിരി കട്ട് ചെയ്തിട്ട് അതിന്റെ ഓരോ പാർട്ടുകൾ ഏറ്റവും മുകളിൽ അതിന്റെ അടിയിൽ വന്നിട്ട് അതിനാണ് ഒന്നാം സമ്മാനം കിട്ടിയത്. ഒരു കത്തി അങ്ങനത്തുള്ളതൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനങ്ങൾക്ക് ഒരു വിലയില്ല. അവർക്ക് അത് അതിനെക്കുറിച്ച് അത് ഉൾക്കൊള്ളാനുള്ള മൈൻഡില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇതുപോലത്തെ കണ്ടുപിടുത്തങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയതായിട്ട് ഞാൻ അതിന് കുറച്ചുകൂടി പ്രൊഡക്ഷൻ തുടങ്ങുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ കൂടെ വേറെ അതിൽക്ക് മെനക്കെട്ട് കഴിഞ്ഞാൽ സ്റ്റോപ്പ് അതിനുള്ള സാധ്യതയുണ്ട്. നമ്മളത് ഫാക്ടറി ബേസിലേക്ക് പോകാനുള്ള ഉദ്ദേശത്തിലാണ്, പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. എന്തായാലും സദാശിവൻ ചേട്ടന്റെ കണ്ടുപിടുത്തങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാവട്ടെ. എല്ലാവർക്കും ഇതെല്ലാം ലഭിക്കുന്ന രീതിയിൽ ചേട്ടന്റെ ഈ ഫാക്ടറി നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.